നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബേക്കൽ ഉപജില്ലാ കലോത്സവം. വെള്ളിക്കോത്തിന്റെ മണ്ണിൽ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. വർഗീയതയ്ക്കെതിരെ CITU ക്യാമ്പയിൻ നടത്തും. CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. നിയമ പോരാട്ടം തുണയായി. കാഞ്ഞങ്ങാട് നഗരത്തിൽ പെർമിറ്റ് സ്വന്തമാക്കി ഓട്ടോ ഡ്രൈവർമാർ. വികലാംഗ ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഇടതുപക്ഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ പ്രതിഷേധ വാരാചരണത്തിന് തുടക്കമായി. ഹൊസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിനൊരുങ്ങി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. വാർത്തകൾ വിശദമായി. രാഗതാളലയ വേദി ഉണർന്നു. വെള്ളിക്കോത്ത് കലോത്സവ ലഹരിയിൽ. 56ാമത് ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിൽ സ്റ്റേജിന മത്സരങ്ങളുടെ രണ്ടാം ദിവസം മോണാക്ട്, ഭരതനാട്യം, ഗസലാലാപനം, ദഫ്മുട്ട, കോൽക്കളി, അറവനമുട്ട എന്നീ മത്സരങ്ങൾ ആസ്വാദകരുടെ മനം കുളിർപ്പിച്ചു. ഇന്ന് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട്. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം വ്യാഴാഴ്ച നടന്നു. കലാപ്രതിഭകളെയും കാണികളെയും സാക്ഷിയാക്കി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ കലോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഏറെ അഭിമാനകരവും സന്തോഷകരവുമായൊരു മുഹൂർത്തമാണ്. മഹാനായ ഒരു സാഹിത്യ നായകന്റെ ജന്മനാട്ടിൽ ആ സാഹിത്യ നായകന്റെ പ്രിയപ്പെട്ട പിയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ 56ാമത് ബേക്കൽ സബ് ജില്ലാ കലോത്സവം അരങ്ങേറുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഈ ഉദ്ഘാടനം ഒരു ഔപചാരികത്വം മാത്രമാണ്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുവനീർ കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, കാസർഗോഡ് DDE ഇൻചാർജ് PK രഘുനാഥ് എന്നിവർ സുവനീർ പ്രകാശനം ചെയ്തു. ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ PP കുഞ്ഞികൃഷ്ണൻ നായർ സുവനീർ ഏറ്റുവാങ്ങി. കലോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ VV ഭാസ്കരൻ സ്വാഗതവും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഗംഗാധരൻ പാലക്കി നന്ദിയും പറഞ്ഞു. കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ തത്സമയം സിറ്റി ചാനൽ പ്രേക്ഷകരിലെത്തിക്കുന്നുണ്ട്. സൗജന്യ വൈഫൈ സംവിധാനവും സിറ്റി ചാനൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ കയ്യേറ്റം പ്രകൃതിയിൽ വരുത്തിവെക്കുന്ന നാശങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച് ബേക്കൽ ഉപജില്ലാ കലോത്സവ നഗരിയിൽ ഫോട്ടോ പ്രദർശനം. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കോ ക്ലബ്ബാണ് പ്രദർശനമൊരുക്കിയത്. കലോത്സവ നഗരിയിൽ പ്രധാന വേദിക്കരികിലെ പവലിയനിൽ നിരന്നിരിക്കുന്നത് കേവലം 30 ഫോട്ടോകളല്ല, ഒരു നാടിന്റെ വിലാപങ്ങളാണ്. പ്രകൃതി രമണീയ ഗ്രാമമായ മടിക്കയിലെ കുന്നുകൾക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സംഭവിച്ച രൂപപരിണാമങ്ങളാണ് ചിത്രങ്ങളുടെ പ്രമേയം. മണ്ണെടുപ്പിന്റെ പേരിൽ നടന്ന കയ്യേറ്റങ്ങളെ ക്യാമറ കണ്ണുകൾ കൊണ്ട് പിന്തുടർന്ന പരിസ്ഥിതി പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിലെ KK ഷാജിയാണ് ഇവ ചിത്രീകരിച്ചത്. വിവിധ സസ്യജാലങ്ങളാൽ സമ്പന്നമായ പച്ചക്കുന്നുകൾ ക്രമേണ പൊടിമണ്ണ് നിറഞ്ഞ വെറുമൊരു സ്ഥലരാശിയായി മാറുന്ന ദുരിതവും ആശ്രയിച്ചു പുലരുന്ന ആവാസ വ്യവസ്ഥയിൽ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളും ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നു. പരിസ്ഥിതിക്ക് നേരെയുള്ള ഒടുങ്ങാത്ത കയ്യേറ്റങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെടുന്ന ബോധവൽക്കരണ പോസ്റ്ററുകളും അനുബന്ധമായി ഉണ്ട്. കലോത്സവത്തിന്റെ സമാപന ദിവസമായ ശനിയാഴ്ച വരെ പ്രദർശനം നീളുമെന്നും ഇക്കോ ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. രുചിക്കൂട്ടിന്റെ മേളമൊരുക്കി കലോത്സവ നഗരിയിലെ ഭക്ഷണപ്പുര. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് ഭക്ഷണ വിതരണം ശ്രദ്ധ നേടുന്നു. തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിലാണ് വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടക്കുന്നത്. നാടിന് ഉത്സവപദ്ധതി സൃഷ്ടിച്ചുകൊണ്ടാണ് സ്റ്റേജ് മത്സരങ്ങളുടെ രണ്ടാം ദിനം കടന്നുപോയത്. ഭക്ഷണ വിതരണത്തിൽ മാതൃകാപരമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 3 ദിവസങ്ങളിലായി 9000 പേർക്ക് ഭക്ഷണം നൽകി കഴിഞ്ഞതായി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സമാപന ദിവസമായ ശനിയാഴ്ച 5000 പേർക്ക് ഭക്ഷണം നൽകാനാണ് തീരുമാനമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ചെറാക്കുട്ട് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. സ്ത്രീകളാണ് ഈ ഇവിടുത്തെ ഇതിൻ്റെ ഒക്കെ വിളമ്പുന്ന
ഭക്ഷണം വിളമ്പുന്ന നേതൃത്വം വഹിക്കുന്നത്. 2 ദിവസങ്ങളായിട്ട് ഏതാണ്ട് ഞങ്ങൾ 5000-ഓളം ആളുകൾക്ക് ഭക്ഷണം നൽകി കഴിഞ്ഞു. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ആ 3-ാം ദിവസം ഏതാണ്ട് ഇന്ന് ഞങ്ങൾ 4000 ആളുകൾ പ്രതീക്ഷിക്കുകയാണ്. നാളെ അവസാനത്തെ ദിവസം 5000-ഓളം ആളുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഭക്ഷണത്തിന്. ഈ ഭക്ഷണ കാര്യത്തിൽ നാടിൻ്റെ ഉത്സവമായി മാറുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കൂപ്പൺ വ്യവസ്ഥയിലാണ് കയറ്റുന്നതെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം തൃപ്തികരമായിട്ട് എല്ലാവർക്കും നൽകണമെന്നുള്ളതാണ്. ഇന്നുണ്ടാക്കിയ ഭക്ഷണം വേലാശ്വരത്തെ സപ്തരാസ്മി ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഭക്ഷണം വിതരണത്തിനും അവിടെ അടുക്കളയിലൊക്കെ ഉണ്ടായിരുന്നത്. കുടുംബശ്രീയുടെ പ്രവർത്തനം പ്രശംസനാർഹമെന്ന് വെച്ചാൽ അതിന് വാക്കുകളില്ല. നിസ്സീമമായ സേവനമാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമതലാ വിഭജനം നൽകിയിട്ടുണ്ട്. അതായത് പാത്രം കഴുകൽ, പിന്നെ വൃത്തിയാക്കൽ, അതുപോലെ വിതരണം, എല്ലാ കാര്യത്തിലും വളരെ ശുചിത്വ ബോധത്തോടു കൂടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. പ്രദേശത്തെ പ്രധാന പാചകവിദഗ്ധരായ എ കൃഷ്ണൻ, പി ഭരതൻ, ബിജു, പി കുഞ്ഞിക്കണ്ണൻ, ആലിങ്കാൽ ദാമോദരൻ തുടങ്ങിയവർ ഭക്ഷണ ക്രമീകരണത്തിനായി നേതൃത്വമേകുന്നുണ്ട്. നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നതെന്ന് പ്രധാന പാചകക്കാരൻ എ കൃഷ്ണൻ പറഞ്ഞു. പ്രദേശത്തെ കുടുംബശ്രീ പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനങ്ങളും ഭക്ഷണ വിതരണത്തിന് സഹായമാകുന്നുണ്ട്. 250 പേരടങ്ങുന്ന സംഘമാണ് ഭക്ഷണ കമ്മിറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. വെള്ളിയാഴ്ച വേലാശ്വരം സബ്ദർ ഹാഷ്മി ക്ലബ്ബ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വമേകി. അപ്പോൾ 2 ദിവസം ഇന്നലത്തെ ഭക്ഷണത്തെക്കാളും കുറേ കൂടി മെച്ചപ്പെട്ട ഒരു ഭക്ഷണമാണ്. അപ്പോൾ ഏതൊരു മേളയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. അതിൻ്റെ 1-2 സവിശേഷതകൾ എടുത്ത് തീർച്ചയായും പറയേണ്ടതുണ്ട്. കാരണം ഇതിനെ ഒന്ന് സംഘാടനമാണ്. കാരണം എല്ലാ വർഷവും എല്ലാ കലോത്സവങ്ങളിലും സബ് ജില്ലാ തലങ്ങളിലും ജില്ലാ തലങ്ങളിലും നടക്കുന്ന കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ സംഘാടനം പൂർണ്ണമായും നാട്ടുകാർ ഏറ്റെടുത്ത, അതേപോലെ തന്നെ കുടുംബശ്രീകൾ ഏറ്റെടുത്ത ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. തികച്ചും സേവന മനസ്കരായ പാചകക്കാരും നാട്ടുകാരും കുടുംബശ്രീ പ്രവർത്തകരും കൂട്ടായി ചേർന്നാണ് ഭക്ഷണ വിതരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. കലാസ്വാദകരും രക്ഷിതാക്കളും രുചിയുടെ ഈ പിന്നണിക്കാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് കലോത്സവ വേദി വിട്ടുപോകുന്നത്. കടലപ്പരിപ്പും ഗോതമ്പും കൊണ്ട് ഉണ്ടാക്കിയ പായസമാണെങ്കിലും വളരെ അതിമനോഹരമായ പായസമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പാചകപ്പുരയിൽ എല്ലാവരുടെയും സഹകരണം നമുക്കിവിടെ കാണാം. ഭക്ഷണശാലയിൽ നിന്നും ക്യാമറാമാൻ വിമൽ കുമാറിനോടൊപ്പം വിഭിഷ വിജയൻ, സിറ്റി ന്യൂസ്. കലോത്സവ നഗരിയിൽ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ വഴികൾ തേടി ആരോഗ്യ പ്രവർത്തകർ. ജില്ലാ മാസ് മീഡിയയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം സംഘടിപ്പിച്ചത്. വരും തലമുറയെ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിനാണ് അജാനൂർ ആനന്ദാശ്രമം PHCയിലെ ആരോഗ്യ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് മുന്നിൽ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ പുതിയ സന്ദേശം പ്രചരിപ്പിക്കുകയാണവർ. മന്ദരോഗത്തിനെതിരെ പ്രതിരോധ ഗുളികൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകതയും ആരോഗ്യ പ്രവർത്തകർ എടുത്തു പറയുന്നു. ദിവസേന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ പവലിയൻ സന്ദർശിച്ചു പോകുന്നതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദൻ പറഞ്ഞു. ബേക്കൽ സബ് ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് ആണ് ഇത് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രധാനമായും നമ്മുടെ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ, പിന്നീട് പകർച്ചേതര വ്യാധികൾ, ഈ 2 വിഭാഗത്തിൽപ്പെട്ടുള്ള ജനങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ IEC മെറ്റീരിയലായിട്ട് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ പ്രധാനമായും പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ കൊതുകുജന്യ രോഗങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും നമ്മൾ IEC മെറ്റീരിയൽ തയ്യാറാക്കിയിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിൽ ഈ 2015 ഡിസംബർ മാസം 14 മുതൽ 23 വരെ നടക്കുന്ന മന്ദരോഗ പ്രതിരോധ പരിപാടികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അജാനൂർ ആനന്ദാശ്രമം PHCകളിലെ ജീവനക്കാരാണ് ആരോഗ്യ ബോധവൽക്കരണത്തിനായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുവരുന്നത്. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. വർഗീയതയ്ക്കെതിരെ CITU ഡിസംബർ 10 ഏരിയ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ നടത്തും. CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വർഗീയതയ്ക്കെതിരെ ഡിസംബർ 10 CITU ഏരിയ കേന്ദ്രങ്ങളിലേക്ക് സായാഹ്ന ധർണ നടത്തും. വർഗൈക്യം ശക്തിപ്പെടുത്തുക, പോരാടുക എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് സായാഹ്ന ധർണ നടത്തുന്നത്. കാഞ്ഞങ്ങാട് നടന്ന CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ CITU അഖിലേന്ത്യാ സെക്രട്ടറി KK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. മധ്യപ്രദേശിന്റെ മധ്യഭാഗത്തോ പല പ്രദേശത്തും പലപ്പോഴും അവിടെ നിന്ന് പ്രവർത്തകർ എത്തിപ്പെടാൻ പറ്റാത്ത പല ജില്ലകളിലും ആ ജില്ലകളിൽ ഉയർന്ന പുതിയ കമ്പനികൾ, ആ കമ്പനികളുടെ തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കെടുത്തു. അവരുടെ സന്ദേശമൊന്നും എത്തില്ല. അവരെ മധ്യപ്രദേശിലെ സെക്രട്ടറി മറ്റൊരു കാര്യം സൂചിപ്പിച്ചു. അവരാകെ 52 ജില്ലകളാണ് മധ്യപ്രദേശ്. ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ, സംസ്ഥാന സെക്രട്ടറി P രാഘവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അപ്പുക്കുട്ടൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി, ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ, ജില്ലാ ട്രഷറർ U തമ്പാൻ നായർ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു.
DV അമ്പാടി സ്വാഗതം പറഞ്ഞു. വികലാംഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ലോക വികലാംഗ ദിനത്തോടനുബന്ധിച്ച് ഭിന്നശേഷിയുള്ളവർക്കായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഈ ലോക വികലാംഗ കരുണ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. കായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് കളക്ടർ PS മുഹമ്മദ് സക്കീർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PD ഭരതൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CH മുഹമ്മദ് കുഞ്ഞി ചായൻഡീസ്, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന സലീം, P മധു, മുഹമ്മദ് മുബാറക് ഹാജി, KC അബ്ദുറഹ്മാൻ, P വിജയൻ, NA അബുബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബ്ലോക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. PCARD ബാങ്കിന് സമീപം CC പത്മനാഭ നഗറിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വളരെ നാമമാത്രമായ ആളുകൾ മാത്രമേ ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ഉണ്ടാകുമ്പോൾ ഈ പെൻഷനേഴ്സ് അസോസിയേഷൻ നിലനിൽക്കുമോ എന്നൊരു ആശങ്ക എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ശക്തമായ ഒരു സംഘടനയായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. KP ബാലരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. S ശിവപ്പ, ബാലകൃഷ്ണ ഓർക്കുടലു, M കുഞ്ഞമ്പു നായർ, അച്ചേരി ബാലകൃഷ്ണൻ, KB കോമൻ, N കുഞ്ഞിക്കമ്മാരൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. നിയമപോരാട്ടം വഴി നഗരത്തിൽ ഓട്ടോ പെർമിറ്റ് സ്വന്തമാക്കി ഓട്ടോ ഡ്രൈവർമാർ. പെർമിറ്റ് വിതരണം കാഞ്ഞങ്ങാട്ട് ജോയിന്റ് RT ഓഫീസിൽ നടന്നു. നഗരത്തിൽ പാർക്കിംഗ് നമ്പർ ലഭിക്കാതെ വന്നപ്പോൾ 7 പേരടങ്ങുന്ന ഓട്ടോ ഡ്രൈവർമാർ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. TK വാസുദേവ, K സുനിൽകുമാർ, ഗോകുൽദാസ് കിണി, കൃഷ്ണൻ നിലാങ്കര, ബാലകൃഷ്ണൻ കല്യാൺ റോഡ്, ഉദയൻ പുതിയകോട്ട എന്നിവരാണ് കോടതി വിധി വഴി ഓട്ടോ പെർമിറ്റ് നേടിയത്. 2002 1700 പേർക്കാണ് അവസാനമായി ഓട്ടോ പാർക്കിംഗ് നൽകിയിരുന്നത്. ഓട്ടോ പെർമിറ്റ് വിതരണം ജോയിന്റ് RTO ബാലകൃഷ്ണൻ നിർവഹിച്ചു. ദീർഘകാലമായി നടത്തിയ നിയമപോരാട്ടം വിജയിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഓട്ടോ ഡ്രൈവർമാർ. അക്ഷരമുറ്റത്ത് പരിസ്ഥിതി സൗഹൃദ വായനമുറിയൊരുക്കി കുട്ടികൾ. ചെറുവത്തൂർ കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് VHC വിഭാഗം NSS യൂണിറ്റ് വായനാമുറി ഒരുക്കിയത്. നിലവിലെ കോഴ്സുകൾക്ക് തന്നെ പരിമിതമായ കെട്ടിട സൗകര്യം മാത്രമുള്ളപ്പോൾ വായനയ്ക്കായി ഒരിടം എങ്ങനെ ഉണ്ടാക്കും എന്ന ആലോചനയുടെ ഭാഗമായാണ് ഓല, മുള, കവുങ്ങ്, പനയോല, വൈക്കോൽ എന്നിവയെല്ലാം കൊണ്ട് വായനാമുറി ഒരുക്കിയത്. ഇരുന്നു വായിക്കാൻ മുള കൊണ്ടുള്ള ഇരിപ്പിടവും തയ്യാറാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ ശേഖരിച്ചത്. ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് കുട്ടികൾ നിർമ്മാണം പൂർത്തിയാക്കിയത്. കുട്ടികളുടെ അധ്വാനവും അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും സഹായം കൂടിയായപ്പോൾ വായനാമുറി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. മണ്ണിനെക്കുറിച്ചും സസ്യജാലങ്ങളെക്കുറിച്ചും അറിവ് പകരാൻ വേണ്ടി കഴിയുന്ന പുസ്തകങ്ങൾ നമ്മുടെ ക്ലാസ് മുറികളിൽ സൂക്ഷിക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ വായിച്ച് ആസ്വദിക്കാൻ, മനസ്സിലാക്കാൻ, ചർച്ച ചെയ്യാൻ പറ്റുന്ന ക്ലാസ് മുറികളായി നമ്മുടെ ലൈബ്രറിയിൽ മാറ്റെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ക്ലാസ് മുറിക്കകത്തും നമ്മുടെ ലൈബ്രറിക്കകത്തും ഇപ്പം ചില്ലറമാരെയും, ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ മാഷോട് പറഞ്ഞു, ചില്ലറമാരെയും ലോക്ക് ചെയ്ത് പുസ്തകങ്ങൾ വെക്കുക. അങ്ങനെ ലോക്ക് ചെയ്തുകൂടാ, പുസ്തകം പൂട്ടി വെച്ചുകൂടാ. കാരണം അത് വിതറിക്കിടക്കാൻ വേണ്ടി കഴിയണം. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ക്ലാസ് വായനാ മുറിക്കകത്ത് പുസ്തകം ഇങ്ങനെ വലിച്ച് നമുക്ക് ചിതറിയിടാൻ വേണ്ടി കഴിയണം. അങ്ങനെ കെട്ടിവെക്കാതെ, പൂട്ടിവെക്കാതെ ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ ഓരോ വിദ്യാർത്ഥികളെയും മാടി വിളിക്കുന്നതായിരിക്കണം. TV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. T രവീന്ദ്രൻ, VV ചന്ദ്രൻ, V പവിത്രൻ, നാരായണൻ നമ്പൂതിരി, സത്യനാഥൻ, ശൈലജ, പ്രസീതാകുമാരി, VK രാജേഷ്,
എ ഷീജ, KR ഷാജി എന്നിവർ സംസാരിച്ചു. ചട്ടഞ്ചാൽ കാവുംപള്ളം ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിന് നേരെ നടന്ന അക്രമം പ്രതിഷേധാർഹമെന്ന് RSS നേതാക്കൾ. അക്രമകാരികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് നേതാക്കൾ. ചെമ്മനാട് പഞ്ചായത്തിലെ ചട്ടഞ്ചാൽ കാവുംപള്ളം ശ്രീധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിൽ അയ്യപ്പസ്വാമിമാരെ ഒരു സംഘം ആളുകൾ ക്രൂരമായി ആക്രമിച്ചതായി നേതാക്കൾ പറഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായതെന്ന് നേതാക്കൾ പറഞ്ഞു. വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അയ്യപ്പ ഭജന മന്ദിരത്തിന് നേരെ നടന്ന അക്രമം. അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്ന് RSS നേതാക്കൾ കാഞ്ഞങ്ങാട് നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താസമ്മേളനത്തിൽ RSS കണ്ണൂർ വിഭാഗ് കാര്യകാരി A വയലായുധൻ, ജില്ലാ കാര്യവാഹക് KV ഉണ്ണികൃഷ്ണൻ, P കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പുതുവൈ EMS സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, 10, 11, 12 വാർഡ് കൌൺസിലർമാരായ KV രതീഷ്, M ബാലകൃഷ്ണൻ, KD ലത എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. പുതുവൈ EMS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. CPI കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി P നാരായണൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്നുള്ള പരിപാടിയാണ് നാം ആവിഷ്കരിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 2-ാം തീയതി നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മൊത്തം നഗരസഭകളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലെല്ലാം തന്നെ LDFന്റെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയുണ്ടായി. ക്ലബ് പ്രസിഡന്റ് M സുനീഷ് അധ്യക്ഷത വഹിച്ചു. ബെല്ല രാജൻ, C ജാനകിക്കുട്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി K വിജയൻ സ്വാഗതവും K തമ്പാൻ നന്ദിയും പറഞ്ഞു. ജിടെക് കോളേജ് ഡേ ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ജിടെക് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിവിഷൻ പ്രവർത്തനം തുടങ്ങി. ജിടെക് കോളേജ് ഡേ ആഘോഷ ചടങ്ങ് ADM H ദിനേശ് ഉദ്ഘാടനം ചെയ്തു. പിന്നണി ഗായകൻ അരുൺ എളാട്ട് മുഖ്യാതിഥിയായി. ജിടെക് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിവിഷന്റെ ഉദ്ഘാടനം ജിടെക് മാനേജിംഗ് ഡയറക്ടർ D രമേശിന് ലോഗോ കൈമാറിക്കൊണ്ട് ADM H ദിനേശ് നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഹരിശ്രീ അധ്യക്ഷയായി. ആന്റണി മാസ്റ്റർ, സുജീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഹൊസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം അഷ്ടദ്രവ്യ ഗണപതി ഹോമം ജനുവരി 26 നടക്കും. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന്റെ ഭാഗമായുള്ള ആദ്യ ഫണ്ട് ശേഖരണം തുടങ്ങി. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്ര അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ജനുവരി 26 നടക്കും. ഇതിന്റെ ഭാഗമായുള്ള ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ TV നാരായണ മാരാർ സേവാസമിതി പ്രസിഡന്റ് ഗണേശനിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് ആദ്യ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ സുരേഷ് മണലിൽ, ജയപാലൻ, പ്രഭാകരൻ, വിട്ടൽ പ്രസാദ്, രാജേഷ്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KV ബാബുരാജ്, ക്ഷേത്രം മേൽശാന്തി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേക്കൽ ഉപജില്ലാ കലോത്സവം. വെള്ളിക്കോത്തിന്റെ മണ്ണിൽ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. വർഗീയതയ്ക്കെതിരെ CITU ക്യാമ്പയിൻ നടത്തും. CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. നിയമ പോരാട്ടം തുണയായി. കാഞ്ഞങ്ങാട് നഗരത്തിൽ പെർമിറ്റ് സ്വന്തമാക്കി ഓട്ടോ ഡ്രൈവർമാർ. വികലാംഗ ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഇടതുപക്ഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ പ്രതിഷേധ വാരാചരണത്തിന് തുടക്കമായി.
ഹൊസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിനൊരുങ്ങി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.